ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകരക്ഷകനായ ഈശോയെ മാലാഖമാരോടൊപ്പം പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കുഞ്ഞുമക്കൾ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ. ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയെക്കുറിച്ച് പഠിച്ച് ഈശോയുടെ നല്ല മക്കളാകാനായിട്ട് കുഞ്ഞുമക്കൾ എല്ലാവരും റെഡിയല്ലേ? ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്കൊരു കൊച്ചു പാട്ട് പാടിത്തരാം. കുഞ്ഞുമക്കൾ എല്ലാവരും ടീച്ചർ പാടിത്തരുന്ന ഈ പാട്ടിൻ്റെ കൂടെ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് കൈകൾ കൂപ്പാം. മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമെൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ, മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, ഈശോയേ ഈശോയേ. കുഞ്ഞുമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു അല്ലേ? ഈ പാട്ടിലൂടെ ആരെയാ നാം സ്തുതിച്ചത്? ഉണ്ണീശോയാണല്ലേ. ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പാഠഭാഗത്തിലൂടെ നാം കാണാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് കഴിഞ്ഞ പാഠത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാ നമ്മൾ പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. നമ്മുടെ കഴിഞ്ഞ പാഠത്തിന്റെ പേരെന്തായിരുന്നു? മംഗള വാർത്ത. മറിയത്തിന് ലഭിച്ച മംഗളവാർത്തയെക്കുറിച്ച് നാം കണ്ടു അല്ലേ? മംഗളവാർത്ത എന്നാൽ എന്തായിരുന്നു? മരിയമോളെന്ന് പറഞ്ഞു നോക്കിയേ. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് മംഗളവാർത്ത. മറിയത്തെ മംഗളവാർത്ത അറിയിച്ച മാലാഖയുടെ പേരെന്തായിരുന്നു? ജോസ്മോൻ എന്ന് പറഞ്ഞേ. ഗബ്രിയേൽ മാലാഖ. മറിയം എങ്ങനെയാ ഈശോയുടെ അമ്മയായത്? എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. മറിയം ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമ്മതം കൊടുത്തുകൊണ്ട് ഈശോയുടെ അമ്മയായി. നാമും മറിയത്തെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കുന്നവരാകണം അല്ലേ? കഴിഞ്ഞ ആഴ്ചയിലെ വർക്ക് കുഞ്ഞുമക്കൾ എല്ലാവരും ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുത്തു അല്ലേ? മംഗളവാർത്തയിലൂടെ നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് ഇന്ന് കുഞ്ഞുമക്കൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവർക്കും നിങ്ങളുടെ ജന്മദിനം എന്നാണെന്നറിയോ? എല്ലാവരും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ജനിച്ച സ്ഥലം ഏതാണെന്നറിയോ? കുറച്ചു പേർക്കൊക്കെ അറിയാലേ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈശോ എവിടെയാണ് ജനിച്ചത്? ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ആരായിരുന്നു? ഈശോയുടെ ജന്മദിനം എന്നാണ്. ഈശോയുടെ ജനനത്തിന് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? രക്ഷകനായ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്ന നമ്മുടെ ഇന്നത്തെ പാഠഭാഗമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ഈശോ എവിടെയാണ് ജനിച്ചതെന്ന് നമുക്ക് നോക്കാം. മഞ്ഞു പെയ്യുന്ന ഒരു തണുത്ത രാത്രിയിൽ യൂദയായിലെ ബെത്ലഹേം പട്ടണത്തിലാണ് ഈശോ ജനിച്ചത്. ഈശോ എവിടെയാ ജനിച്ചത്? യൂദയായിലെ ബെത്ലഹേം പട്ടണത്തിൽ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ആരാണെന്നറിയോ? നമുക്ക് നോക്കാം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന കുറെ ആട്ടിടയർ ഉണ്ടായിരുന്നു. ആരായിരുന്നു ഉണ്ടായിരുന്നത്? ആട്ടിടയർ ഉണ്ടായിരുന്നു. ഈശോ ജനിച്ച രാത്രിയിൽ ഒരു ദൈവദൂതൻ, ഒരു മാലാഖ ഈ ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആരാ പ്രത്യക്ഷപ്പെട്ടെ? ഒരു ദൈവദൂതൻ.
ഈ ദൈവദൂതനെ കണ്ടപ്പോൾ ആട്ടിടയർ ഭയന്നുപോയി. അവർക്ക് പേടിയായി. എന്നാൽ ഈ ദൂതൻ ഈ ആട്ടിടയരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ദൂതൻ എന്താ പറഞ്ഞേ? ഭയപ്പെടേണ്ട. പിന്നെയോ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൂതൻ പറയുകയാണ്, എല്ലാ ജനങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു നല്ല വാർത്ത പറയുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായിരുന്നു ആ സദ്വാർത്ത? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആരാ ജനിച്ചിരിക്കുന്നത്? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ദൂതൻ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഭയപ്പെടേണ്ട. പിന്നെയോ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ആരായിരുന്നു? ആട്ടിടയരായിരുന്നു അല്ലേ? ദൂതനിൽ നിന്ന് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചതിനു ശേഷം ഈ ആട്ടിടയർ പെട്ടെന്ന് തന്നെ മറ്റൊരു കാഴ്ചയും കണ്ടു. എന്താണെന്നറിയോ? സ്വർഗത്തിൽ നിന്നുള്ള ഒരു കൂട്ടം മാലാഖമാർ. ആദ്യം ഒരു മാലാഖയാണല്ലേ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴാകട്ടെ ഒരു കൂട്ടം മാലാഖമാർ ആ ദൂതനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാർ എന്താ പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാരുടെ ഈ പാട്ട് കുഞ്ഞുമക്കള് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ടീച്ചർ അതൊന്ന് പാടിത്തരാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. ഓർമ്മ വരുന്നുണ്ടോ? എല്ലാവരും ഉറക്കി വിളിച്ച് പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയിലെന്ന്. ശരിയാണ്. വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗത്ത് നാം ഈ ഗാനം ആലപിക്കുന്നുണ്ട്. കുഞ്ഞുമക്കൾ എല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ടോ? കുറച്ചു പേരൊക്കെ അല്ലേ. ഇല്ലാത്തവര് അപ്പയോടും അമ്മയോടും പറഞ്ഞ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് ശ്രമിക്കണം. മാത്രമല്ല, ഇനി മുതൽ വിശുദ്ധ കുർബാനയിൽ അത്യുന്നതമാം സ്വർലോകത്തിൽ എന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ കുഞ്ഞുമക്കൾ ഓർക്കണം, ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടിയ പാട്ടാണിത്. മാലാഖമാരോടൊപ്പം നാമും ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് കുഞ്ഞുമക്കൾക്ക് മനസ്സിലായില്ലേ? ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയരെ അറിയിക്കുന്നതും മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്നതും വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെയാണെന്നറിയോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള ഭാഗത്ത്. കുഞ്ഞുമക്കൾ എല്ലാവരും എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറില്ലേ? എന്നും ബൈബിൾ വായിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. എല്ലാവരും കൈ ഉയർത്തുന്നുണ്ട്. നല്ല മക്കളാണ് കേട്ടോ. ഇന്നത്തെ കുഞ്ഞുമക്കൾക്കുള്ള വർക്ക് ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള ഭാഗം വായിച്ച് നിങ്ങളുടെ പാരൻസിൻ്റെ സഹായത്തോടു കൂടെ വോയിസ് മെസ്സേജ് ആക്കി ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യില്ലേ? ചെയ്യുമല്ലേ? ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുകയും തുടർന്ന് മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്നതും വരെ നമ്മൾ കണ്ടു അല്ലേ? തുടർന്ന് എന്താ ഉണ്ടായത്? ദൈവദൂതനിൽ നിന്ന് തങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നറിഞ്ഞ ആട്ടിടയർക്ക് വലിയ സന്തോഷമായി. അവരെന്താ ചെയ്തതെന്നറിയോ? അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ ബെത്ലഹേമിലേക്ക് ഓടി. എവിടേക്കാ പോയത്? ബെത്ലഹേമിലേക്ക്. അവിടെ അവർ എന്താ കണ്ടതെന്നറിയോ? ഒരു
കാലിത്തൊഴുത്ത്. അവർ ആ കാലിത്തൊഴുത്തിലേക്ക് നോക്കിയപ്പോൾ അതിലെ പുൽത്തൊട്ടിയിൽ ഒരു ഓമൽ ശിശുവിനെ കണ്ടു. ആട്ടിടയർ എന്താ കണ്ടത്? ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ഓമൽ ശിശുവിനെ കണ്ടു അല്ലേ? ആ കാലിത്തൊഴുത്തില് ഈ കുഞ്ഞുവാവ ഒറ്റയ്ക്കായിരിക്കുമോ? അല്ല അല്ലേ? ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളും ഉണ്ടായിരിക്കും. ആരായിരുന്നു ഈ ശിശുവിന്റെ മാതാപിതാക്കൾ? യൗസേപ്പും മറിയവും. അങ്ങനെ ആട്ടിടയർ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഓമൽ ശിശുവിനെയും ശിശുവിന്റെ മാതാപിതാക്കളായ മറിയത്തെയും യൗസേപ്പിനെയും കണ്ടു. പിന്നീട് അവർ പോയി മറ്റുള്ളവരെയും ഈ ശിശുവിനെ കുറിച്ച് അറിയിച്ചു. ഇന്ന് ഈശോയുടെ ജനനത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ നമ്മൾ പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ? ഈശോ എവിടെ ജനിച്ചു എന്നാ നമ്മൾ കണ്ടത്? അയൂദയായിലെ ബത്ലഹേമിൽ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ആരായിരുന്നു? ആൺകുട്ടികൾ എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ആട്ടിടയർ. ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടിയ ഗാനം ഏതായിരുന്നു? പെൺകുട്ടികൾ ഒരുമിച്ച് പറഞ്ഞേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞതിനു ശേഷം ആട്ടിടയർ എന്താ ചെയ്തത്? അവർ സന്തോഷത്തോടെ ബത്ലഹേമിലേക്ക് ഓടിയല്ലേ? അവിടെ അവർ എന്താ കണ്ടത്? ഒരു കാലിത്തൊഴുത്ത്. ആ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ ഒരു ഓമൽ ശിശുവിനെയും ശിശുവിന്റെ മാതാപിതാക്കളായ മറിയത്തെയും യൗസേപ്പിനെയും കണ്ടു അല്ലേ? പിന്നീട് അവർ പോയി എല്ലാവരെയും ഈ ശിശുവിനെ കുറിച്ച് അറിയിച്ചു. ഇനി ഈശോയുടെ ജന്മദിനം എന്നാണ്? ഈശോയുടെ ജനനത്തിന് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നോ? ഇതെല്ലാം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കൊച്ചു പാട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുമക്കൾ എല്ലാവരും വേഗം അതൊന്നെടുത്തേ. എടുത്തോ? ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഇന്ന് നാം പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ പാട്ടിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ പാട്ട് പാടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കുഞ്ഞുമക്കൾ എഴുന്നേറ്റ് കൈകൂപ്പിയേ. പാതിരാ നേരത്തന്നാട്ടിടയർ പാതിമയക്കത്തിലായിരുന്നു. പാരിടം മഞ്ഞിൽ കുളിച്ചു നിന്നു. പാരം നിശബ്ദത തിങ്ങി നിന്നു. സ്വർഗീയ ഗീതം മുഴങ്ങി വാനിൽ. സ്വർഗീയ സൈന്യം അണിനിരന്നു. സ്വർഗത്തെ മണ്ണിലിറക്കുവാനായി സ്വർഗത്തിൻ നാഥൻ അവതരിച്ചു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.